ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ സ്പോർട്സ് ബാഡ്മിൻ്റൺ അക്കാദമി ഫോഴ്സ്കോട്ട് സ്റ്റേഡിയത്തിൽ 44ാമത് ഇടുക്കി ജില്ലാ ഷട്ടിൽ ചാമ്പ്യൻഷിപ്പിൽ തൊടുപുഴ ഇന്ത്യൻ സ്പോർട്സ് ബാഡ്മിൻ്റൺ അക്കാദമി തുടർച്ചയായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിരീടവും കരസ്ഥമാക്കി. നഗരസഭയുടെ ബഹുമാന്യനായ നഗരസഭാ പിതാവ് ശ്രീ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബഹുമാന്യനായ രാജു തരണിയിൽ മുഖ്യപ്രഭാഷണവും സമ്മാനദാനവും നിർവഹിച്ചു. അക്കാദമിക് സെക്രട്ടറി ബിനീഷ് സുകുമാരൻ സ്വാഗതവും അഡ്വക്കേറ്റ് റെനീഷ് മാത്യു അധ്യക്ഷ പദവിയും മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ സമ്മാനദാനവും മുഖ്യപ്രഭാഷണവും നിർവഹിച്ചുകൊണ്ട് നിരവധി കായിക താരങ്ങളെ ഈ രാജ്യത്തിന് സംഭാവന നൽകുന്ന തൊടുപുഴയുടെ ബാഡ്മിൻ്റൺ അക്കാദമിയിൽ നിരവധി കായിക താരങ്ങളാണ് പരിശീലനം നേടിവരുന്നതും സമൂഹത്തിൽ കായിക പ്രതിഭകളായി തീരുന്നതും വരും കാലങ്ങളിൽ രാജ്യത്തിന് അഭിമാനകരമാകുന്ന പരിശീലനമാണ് ഇവിടെ നടന്നുവരുന്നത്. വളർന്നുവരുന്ന കുട്ടികൾ ഉൾപ്പെടെ രക്ഷകർത്താക്കളും ഇവിടെ പരിശീലനം നേടിവരുന്നു. 2024-25 കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന ഒളിമ്പിക് കായിക മത്സരങ്ങളിൽ ഭാരതം കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയെടുക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദീർഘവീക്ഷണ പദ്ധതിയുടെ ഭാഗമാണ് ഇതുപോലെയുള്ള ട്രെയിനിങ് ക്യാമ്പയിനുകളെല്ലാം. അതിനുദാഹരണമാണ് തൊടുപുഴയിലെ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയായ അമൽ ബിജുവിനെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് വരെ എത്തിച്ച ഈ സ്ഥാപനം. ഈ വേദിയിൽ ആ കുട്ടിയെ പ്രത്യേകം ആദരിക്കപ്പെടുകയും മെമൻറ്റോ നൽകി സ്വീകരിക്കുകയും ചെയ്തു. നന്നായിട്ട് പോകുന്ന ഒരു അസോസിയേഷൻ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ എനിക്ക് സംശയമുണ്ട്. കാരണം ക്രിക്കറ്റ് അസോസിയേഷനൊക്കെ ചില വിഷയങ്ങളുണ്ട്, എങ്കിലും നന്നായിട്ട് പോയിരുന്നതാണ്. അതിലൊക്കെ മികച്ച രീതിയിൽ രതീഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഞാൻ ഓർക്കുന്നു, ഒരു 3 വർഷം മുമ്പ് ഞാൻ കഴിഞ്ഞ ടൈമിൽ അസോസിയേഷൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നു. ധാരാളം കുട്ടികൾ ഇവിടെ വന്നു, ധാരാളം പേരൻസ് ഇവിടെ വന്നു. അവരുടെ എല്ലാം ആവേശം അതെല്ലാം ഓർഗനൈസ് ചെയ്തതിൽ റെനീഷിൻ്റെ ടീമും, റെനീഷ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ടീമും വളരെയധികം അധ്വാനം ചെയ്യുന്നത് ഞാൻ വളരെയധികം കണ്ടു. അപ്പോൾ ഇത്രയും ആക്റ്റീവായിട്ടുള്ള അദ്ദേഹത്തെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം, അദ്ദേഹത്തിൻ്റെ പാർട്ടി എനിക്കറിയാം. അപ്പോൾ ഞാൻ അദ്ദേഹം ഇത്രയും ആക്റ്റീവ് ആയിരിക്കില്ല എന്നാണ് ഓർക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി കണ്ടപ്പോൾ അദ്ദേഹം ഇത്രയും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ആളാണല്ലോ എന്ന് എനിക്ക് അന്നേരം തോന്നി. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതുപോലെ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വളരെ ഒരു കുറ്റം കൂടാതെ തന്നെ അതിനൊക്കെ അതീതമായി എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്, പരിമിതമായ സ്ഥലത്ത് അതിനെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ആ വിദ്യാർത്ഥികളെല്ലാം കുട്ടികളെല്ലാം വളരെ ഒരു പരാതിയും കൂടാതെയാണ് ഇവിടുന്ന് പോയത്. ഞാൻ പരാതി കുട്ടികൾക്കുണ്ടായി കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള കുട്ടികളെ ഉണ്ടായിരുന്ന പല ആളുകളും ഞാൻ അറിയുന്നവരുണ്ടായിരുന്നു. അതുപോലെ വിദ്യാർത്ഥികൾ കുട്ടികൾ ഈ രംഗത്ത് വരുന്നത് തന്നെ നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്.
പിള്ളേരെ വിടണം. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് കരാട്ടെ വിടുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും സ്കൂളിൽ നിന്ന് തന്നെ 5 ഗെയിംസ് പറഞ്ഞിട്ടുണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ പേരൻസിൻ്റെ വിചാരം ഗെയിംസിന് കിട്ടാൻ പിള്ളേർ വളരെ മോശമായി പോകും എന്നൊക്കെയാണ്. പക്ഷേ ഒരിക്കലും അല്ല. അപ്പം നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.